വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5, 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു. അവർ കടലിന്റെ മറുകരയിൽ ഗെരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൾ കൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ചു തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവെ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ പേര് ലഗിയോൻ. ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികൾ ഉണ്ടായിരുന്നു. അവ കിഴക്കാം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരം അറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിന്റെ അടുത്തെത്തി. ലഗിയോൻ ആവേശിച്ചിരുന്ന പിശാചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാചു ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാചു ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. വിജാതീയരുടെ ഇടയിലുള്ള യേശുവിന്റെ ദൈവികതയുടെ സ്ഥിരീകരണം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷ വിവരണമനുസരിച്ച് യേശു പല പ്രാവശ്യം ഭൂതോച്ചാടന പ്രക്രിയയിൽ ഏർപ്പെടുന്നതായിട്ട് നാം വായിക്കുന്നു. ഇത്തരം വിവരണങ്ങൾ ചില പ്രത്യേക പശ്ചാത്തലത്തോടു കൂടി വേണം നാം മനസ്സിലാക്കേണ്ടത്. മർക്കോസ് സുവിശേഷ രചനയ്ക്ക് വേണ്ടി തയ്യാറാകുന്നത് തന്നെ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സമർത്ഥിക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തോടു കൂടിയാണ്. അതും വിജാതീയരുടെ ഇടയിൽ പ്രത്യേകിച്ചു. അന്ന് വിജാതീയരായിട്ട് കഴിഞ്ഞിരുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ പരക്കെ പിശാച് ബാധയെ പറ്റിയുള്ള വിശ്വാസം ഗൂഢമൂലമായിരുന്നു. അവരുടെ ഇടയിലുള്ള പൊതുവിലുള്ള വിശ്വാസമനുസരിച്ച് മനുഷ്യന് സംഭവിക്കുന്ന അസുഖങ്ങളോ ആപത്തുകളോ അപകടങ്ങളോ എന്തുമാകട്ടെ, ഇവയെല്ലാം പിശാചിന്റെ ബാധ മൂലമാണ് എന്നായിരുന്നു അവരുടെ പൊതുധാരണ. അതുകൊണ്ട് പിശാചിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അസുഖത്തിൽ നിന്ന് മനുഷ്യൻ വിമുക്തനാകുകയും അപകടങ്ങളിൽ നിന്ന് മോചിതനാകുകയും ചെയ്യും എന്നുള്ളതാണ് അവരുടെ ധാരണയായിരുന്നത്.
അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം മർക്കോസ് അവർക്ക് കൂടി മനസ്സിലാകാവുന്ന ഭാഷയിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പ്രാപ്തനാണ് യേശു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്ന വ്യക്തി സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് എന്നുള്ളതാണ് അവരോട് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പശ്ചാത്തലത്തോടു കൂടെ വേണം ഇന്നത്തെ സുവിശേഷത്തിന്റെ വിവരണങ്ങൾ നാം മനസ്സിലാക്കാൻ. യേശു തന്റെ ശിഷ്യന്മാരോടൊത്ത് ഗാലിലി കടലിന്റെ മറുവശത്തേക്ക് ഒരു തോണിയിൽ യാത്ര ചെയ്യുന്നു. മറുവശത്ത് ഗനാസ്രത്ത് എന്ന പേരിലാണ് മറുകര അറിയപ്പെട്ടിരുന്നത്. മലയിടുക്കുകളാൽ നിബിഡമായിരുന്നു ആ സ്ഥലം. അവിടെ സമൂഹത്തിന്റെ പൊതു സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഒരു രോഗിയുടെ വിക്രിയകള് ആണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത് അവിടുത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ അത് പിശാചിന്റെ ബാധ മൂലമാണ് എന്ന രീതിയിലെ മർക്കോസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരം രോഗാവസ്ഥയെ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി ചിന്തിച്ചാൽ ഗൗരവതരമായിട്ടുള്ള മാനസിക രോഗം എന്ന് വിളിക്കാവുന്ന സ്കിസോഫ്രേനിയ വിഭാഗത്തിൽപ്പെട്ടതും സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന തരത്തിൽപ്പെട്ടതുമായിട്ടുള്ള തീവ്രമായ ആക്രമണ സ്വഭാവമുള്ള ഒരു രോഗമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണം വിചാരിക്കാൻ. യേശു ഇത്തരം രോഗികളുടെ മേല് പോലും നിയന്ത്രണം ഉള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിനാൽ തന്നെ യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അവരുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. അങ്ങനെ യേശു ആ രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം ആ രോഗി യേശുവിന്റെ കൂടെ പോകാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ യേശു അത് തീർത്തും നിരുത്സാഹപ്പെടുത്തുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടപഴകി ജീവിക്കാൻ അവനെ ഉപദേശിച്ച് വീട്ടിലേക്ക് തിരിച്ച് അയക്കുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ ദൈവീകത തെളിയിക്കാൻ സാധിക്കുന്ന ആ രീതിയിലും ആ ഭാഷയിലും വിശുദ്ധ മർക്കോസ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല.